ഞാനിന്ന് എണീച്ച് വരുമ്പോഴേക്കും എന്തായാലും അമ്മ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നോട് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ എന്തായാലും എണീക്കാൻ കുറച്ചധികം നേരം വൈകിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റിനിപ്പോൾ പല്ലൊക്കെ തേച്ച് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ രാവിലെ പോയൊക്കെപ്പോൾ നല്ല കഞ്ഞിയായിരുന്നു കേട്ടോ. കഞ്ഞി നമ്മുടെ ചോറും ഈ പയറും കൂടെ ഇട്ട് വെച്ച കഞ്ഞിയില്ല, അതെനിക്ക് ആദ്യമേ പണ്ടേ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ഇതാണ് കഴിക്കണത്. ഇതുപോലെ എന്നെപ്പോലെ കഞ്ഞി ഇഷ്ടമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ കൂടെ കൂട്ടാനും നല്ല നാരങ്ങാച്ചാർ ഉണ്ടായിരുന്നു. അപ്പോൾ കഞ്ഞിയും നാരങ്ങാച്ചാറും അതായിരുന്നു കേട്ടോ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ കുറേ നേരം ടി വി കണ്ടിരുന്നു കേട്ടോ. അമ്മ വരുന്ന വരെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ വന്നിട്ട് ഫാൻ ഇടുക കേട്ടോ. പുറത്ത് നല്ല ചൂടാണ്, ചൂടത്ത് പോയി എന്നുകൊണ്ട്. അപ്പോൾ ആദ്യം ഫാനൊക്കെ ഇട്ടിട്ട് പിന്നെ അമ്മ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു, വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ. അതൊക്കെ എടുത്ത് വെക്കാൻ നോക്കുകയാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ കൂടെ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ചോക്കോസും കോലുമിഠായി നവട്ടി അങ്ങനത്തെ. അമ്മ ഇപ്പോൾ പോയാലും കുറേ അധികം സാധനം, അല്ലെങ്കിൽ 2-3 സാധനങ്ങൾ മിഠായിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതെടുത്ത് കഴിക്കാൻ വേണ്ടി നോക്കുകയാണ്. ഇത് മറ്റേ ബബിൾ ഗം ഒക്കെ വരുന്ന അങ്ങനത്തെ ബബിൾ ഗം വരുന്ന കോലുമിഠായില്ലേ ഉള്ളിൽ, അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് 2 ഫ്ലേവറും കഴിച്ചു നോക്കി. ഈ 2 ഫ്ലേവറിൽ എനിക്ക് ബബിൾ ഗം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ സോ സാഡ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് അച്ഛൻ വന്നു കേട്ടോ. അച്ഛൻ ചോറുന്നാൻ വീട്ടിലേക്ക് വരും. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് നമുക്ക് കഞ്ഞിയായിരുന്നു. പക്ഷേ സൈഡ് ഡിഷ് കൂടുതലുണ്ടായിരുന്നു. നല്ല ഓംപ്ലേറ്റും മറ്റേ ഇതിനെന്താ നിങ്ങൾ പറയുക, നെത്തൽ, നമ്മളെ ഉണക്കൽ നെത്തലില്ല, അത് വറുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളെ വീഡിയോ പുതിയതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു 500 സബ്സ്ക്രൈബേഴ്സിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ബൈ ഫ്രം ഗൗരി.